ഹായ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റർ ആവണോ? അപ്പൊ എങ്ങനെ ഒരു പ്രൊഫഷണൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റർ ആകാം? അല്ലെങ്കിൽ ഏത് ബോളിൽ കളിക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം ടൂർണമെന്റ്സ് ഫോക്കസ്ഡ് ആയിരിക്കണം, എന്തെല്ലാം പ്രാക്ടീസ് വേണം, നമുക്ക് ഡീറ്റെയിൽ കാണാം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, പ്രൊഫഷണൽ ടെന്നീസ് ക്രിക്കറ്റിൽ എൻ്റർ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന്, എങ്ങനെ തുടങ്ങണം എന്ന്. നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ, നിങ്ങൾ ഏത് ലൊക്കാലിറ്റിയിലാണോ, അവിടുത്തെ ഒരു നോർമൽ ടൂർണമെന്റ് കളിക്കാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ടാലന്റ് എന്ത് വേണം കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. ഒരു പ്രൊഫഷണൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലേക്ക് കിടക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഹാർഡ് ടെന്നീസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 2 ടൈപ്പ് ബോൾ അവൈലബിൾ ആണ്. ഒന്ന് ഹാർഡ് ടെന്നീസും ഒന്ന് സോഫ്റ്റ് ടെന്നീസും. ഇപ്പൊ ഞാൻ രണ്ടിടത്തുള്ള രണ്ടും ഹാർഡ് ടെന്നീസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം, ഈ ഒരു പച്ച കളറിൽ സോഫ്റ്റ് ടെന്നീസ് ആയിരിക്കുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ ടൂർണമെന്റ്സ് എല്ലാം ബേസ്ഡ് ആയിട്ടുള്ള ടൂർണമെന്റ്സ് ഹാർഡ് ടെന്നീസിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് ടെന്നീസ് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടെന്നീസ് ബോൾ പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഫ്റ്റ് ബോളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 80 grams to 90 grams ആണ്. എന്നാൽ ഹാർഡ് ടെന്നീസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 120 grams ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബോളിന്റെ കളറിലല്ല കാര്യം, ബോളിന്റെ വെയിറ്റിലാണ് കാര്യം. അതായത് മോർ ദാൻ 120 grams ഉള്ള അതിന് മുകളിലുള്ള വെയിറ്റിലുള്ള ബോളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് എൻ്റർ ആവാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ടു എൻ്റർ എ പ്രൊഫഷണൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ്, ലൈവ് ടൂർണമെന്റ്സിൽ ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ നാട്ടിൽ ഒരുപാട് ടൂർണമെന്റ്സ് നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിന് പുറത്ത് ഒരുപാട് ടൂർണമെന്റ്സ് നടക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള പ്രീമിയർ ലീഗ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഓപ്പൺ ടൂർണമെന്റ്സ്, ഇതെല്ലാം ലൈവ് ടൂർണമെന്റ്സ് കളിക്കാനായിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഹയർ ലെവലിലേക്ക് എത്താനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ എല്ലാം ഒരുപാട് കേരളത്തിലാണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിലാണെങ്കിലും നടക്കുന്ന ഒരു സംഭവമാണ് പ്രീമിയർ ലീഗുകൾ. നിങ്ങൾക്ക് ഈസിലി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രീമിയർ ലീഗ്. നിങ്ങൾ ആ ഒരു പ്രീമിയർ ലീഗ് രജിസ്റ്റർ ചെയ്ത് കളിക്കാനുള്ള ചിലപ്പോൾ ഒരു ബോളാവും കിട്ടുക, ഒരു ബാറ്റ് ചെയ്യാനായിട്ട് ഒരു ബോളാവും കിട്ടുക, ബോൾ ചെയ്യാനായിട്ട് ഒരു ഓവറാവും കിട്ടുക, കൂടുതൽ സമയം ഫീൽഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ നെഗറ്റീവായിട്ട് വിചാരിക്കരുത്. ആ ഒരു ചാൻസ് നിങ്ങൾ ചിലപ്പോൾ മുകളിലേക്ക് എത്താനുള്ള വളരെ വലിയൊരു ചാൻസ് ആയിരിക്കാം. അവസരങ്ങൾ നമ്മൾ തേടി വരില്ല, അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. എന്തെങ്കിലും ചാൻസ് എവിടെയെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ചാൻസ് ആയിട്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ള സംഭവമാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ, ചെറിയ വീഡിയോസ് ആയിക്കോട്ടെ, ആ ചെറിയ ചെറിയ റീലുകളായിട്ട് പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഒരു വേ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് ആണ് ഡയറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ പ്ലേയേഴ്സ് കഴിക്കുന്ന പോലെ വല്ലാതെ ഡയറ്റ് ഒന്നും എടുക്കുന്നുണ്ടാ. നോർമലി എന്ത് ഫുഡ് കഴിക്കാനും ഒരു കൺട്രോൾഡ് കഴിച്ചാൽ അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ പൊളിറ്റിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ടെന്നീസ് ക്രിക്കറ്റിൽ? നമ്മൾ ലെതർ ബോളിലും ക്രിക്കറ്റിലും ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ആണെങ്കിലും പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ പൊളിറ്റിക്സ് വളരെ കുറവാണ്. ISPL പോലെയുള്ള ടൂർണമെന്റിൽ വന്നതോട് തന്നെ വി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഐ എം എ ടെന്നീസ് ബോൾ ക്രിക്കറ്റർ. പിന്നെ ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റർ സാലറി എന്തായിരിക്കും എന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കഴിവുണ്ടായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയപ്പെടാതെ പോയ ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ ഈ വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.